എല്ലാവർക്കും നമസ്കാരം. സേഫ് ഡ്രൈവിൽ ലെനിൻ കൈലാസാണ്. ഞാനിന്ന് നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് സിവിൽ സ്റ്റേഷനിൻ്റെ പരിസരങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് വാഹനങ്ങൾ, അത് എല്ലാ മിക്കവാറും തന്നെ സിവിൽ സ്റ്റേഷനുകൾ, സർക്കാർ ഓഫീസുകളുടെയൊക്കെ കോമ്പൗണ്ടിൽ ഒരുപാട് സർക്കാർ വാഹനങ്ങൾ, നല്ല കണ്ടീഷനിലുള്ള വാഹനങ്ങൾ കിടന്ന് നശിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ 2022 ഏപ്രിൽ 1 നടപ്പിലാക്കിയ സ്ക്രാപ്പേജ് നയത്തിൻ്റെ ഭാഗമായിട്ട് 15 വർഷങ്ങൾക്ക് പിന്നിട്ട ഡീസൽ വാഹനങ്ങൾ ഒഴിവാക്കുന്ന ആ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോൾ സർക്കാർ സംവിധാനങ്ങളുടെ വാഹനങ്ങൾ 15 വർഷത്തിന് പുറമുള്ള വാഹനങ്ങളെല്ലാം ഒഴിവാക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ RC ക്യാൻസൽ ചെയ്ത് കളയും. അങ്ങനെ RC ഡെഡായി പോയ വാഹനങ്ങളാണ് ഇവരെ ഇങ്ങനെ കിടന്ന് സ്ക്രാപ്പായി കൊണ്ടിരിക്കുന്ന ഈ കാഴ്ചകളിൽ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വാഹനങ്ങൾ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഇപ്പോൾ സർക്കാർ പുതിയ ഒരു നിർദ്ദേശം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 14 വർഷം ആകുമ്പോൾ തന്നെ, അതായത് 15 വർഷത്തിൽ വാഹനങ്ങളുടെ RC ഡെഡാകുമെങ്കിൽ 14 വർഷമാകുമ്പോൾ തന്നെ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഈ വാഹനങ്ങളെ ലേലത്തിന് വയ്ക്കുകയാണ്. അങ്ങനെ ലേല നടപടികൾ നടത്തി 14.5 വർഷമാകുമ്പോഴത്തേനും ഇവരെ ലേലം ചെയ്ത് ആർക്ക് വേണമെങ്കിലും പിടിച്ചെടുക്കാവുന്ന രീതിയിൽ ഉള്ളൊരു നയം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് 14 വർഷം അല്ല 14.5 വർഷമാകുമ്പോഴത്തേനും ഈ വാഹനങ്ങൾ ലേലത്തിൽ വെച്ച് നമുക്ക് എടുക്കാം. അതിനുശേഷം ചില വകുപ്പുകൾക്ക് ഒരു കണ്ടീഷൻ അവർ പറയുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അവർക്ക് തന്നെ ആ വകുപ്പിന് തന്നെ ഈ വാഹനം റെൻറ്റിനും കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒന്നുകിൽ നമുക്ക് സ്വകാര്യമായിട്ട് ലേലത്തിൽ പിടിച്ചെടുത്ത് ഉപയോഗിക്കാം പ്രൈവറ്റായിട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ ടാക്സി പെർമിറ്റിലോട്ട് മാറ്റിക്കൊണ്ട് ആ വകുപ്പുകൾക്ക് തന്നെ അവർ താല്പര്യപ്പെടുന്നെങ്കിൽ അത് ഹയർ ചെയ്ത് വാടകയ്ക്ക് കൊടുക്കാനും ഉള്ളൊരു നയം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് എനിക്കും വളരെ സന്തോഷം തോന്നിയ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ നിസ്സാര കിലോമീറ്റർ ഓടി നല്ല രീതിയിലുള്ള ഒരുപാട് വാഹനങ്ങൾ 15 വർഷമായി എന്നുള്ളൊരു കാരണം കൊണ്ട് സൈഡാക്കപ്പെട്ട് വെറുതെ നശിച്ച് കിടക്കുന്ന കാഴ്ച വളരെ ഒരു വേദനിപ്പിക്കുന്നതായിരുന്നു. അപ്പം അതിനെ സർക്കാർ ഇങ്ങനെ ഒരു പരിഹാരം കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതിൽ അത് സ്വകാര്യ വ്യക്തികൾക്കാണെങ്കിലും ഒരുപാട് പേർക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ വാഹനങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇവരെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് PSC ടെസ്റ്റുകൾക്ക് സർക്കാർ ഡ്രൈവറിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ ടെസ്റ്റിന് മുഖ്യ റോൾ വഹിച്ചിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ ഇതിനകത്ത് ഞാൻ കണ്ടായിരുന്നു. അപ്പം എത്രയോ പേരുടെ ഒരു സർക്കാർ ജോലി എന്നുള്ള പ്രതീക്ഷകൾക്ക് നിറം കൊടുക്കുകയും അല്ലെങ്കിൽ അതിൽ നഷ്ടപ്പെട്ടു പോവുകയോ അങ്ങനെ പലതരത്തിലുള്ള ഓർമ്മകൾ വരുന്ന ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ ഇപ്പോൾ അനാഥമായ രീതിയിൽ കോമ്പൗണ്ടുകളിൽ കിടക്കുന്ന കാഴ്ച വളരെ നമുക്ക് ടച്ചിങ് ആയിരുന്നു. അപ്പം നിങ്ങളിൽ പലരും ഇതുപോലെ ഡ്രൈവർ ടെസ്റ്റുകൾക്ക് അപേക്ഷിച്ചപ്പോൾ അന്ന് നിങ്ങൾ ടെസ്റ്റ് അടിച്ച ആ വാഹനങ്ങളൊക്കെ ആയിരിക്കാം ഇവയൊക്കെ. അപ്പം നിങ്ങളുടെ ഓർമ്മകളും അതോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. അപ്പം അത് കൊണ്ട് തന്നെയാണ് ഈ കാഴ്ച കണ്ടപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കണം എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇവരുടെ എല്ലാം RC ഡെഡായി പോയതാണ്. അതുകൊണ്ട് ഇവരെ ഇനി സ്ക്രാപ്പ് അല്ലാതെ പറ്റത്തില്ല. അപ്പോൾ ഇനിയുള്ള വാഹനങ്ങൾ 15 വർഷമാകുമ്പോൾ തന്നെ സ്ക്രാപ്പായി അല്ലെ RC ഡെഡാകുന്നതിന് മുമ്പായിട്ട് തന്നെ അവരെ ലേലം ചെയ്ത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്ക് ഉള്ള നടപടികളും നടന്നു വരുന്ന വിവരം എല്ലാവർക്കും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നമുക്ക് ആ വാഹനങ്ങളുടെ കാഴ്ചകളിലൂടെ ഒന്ന് കണ്ടുവരാം. വിഷ്വൽസിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഈ വിഷ്വൽസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സർക്കാർ വാഹനങ്ങളെല്ലാം സ്ക്രാപ്പേജ് നയത്തിൻ്റെ ഭാഗമായിട്ട് സ്ക്രാപ്പ് ചെയ്യപ്പെട്ട് കിടക്കുന്ന വാഹനങ്ങളാണ്. എത്രയോ പേരുടെ PSC ഡ്രൈവർ എന്നുള്ള സ്വപ്നം പൂവണിയുന്നതിനോ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതിനോ കാരണമായ PSC ഡ്രൈവർ ടെസ്റ്റ് പരീക്ഷകളിൽ പങ്കെടുത്തിട്ടുള്ള വാഹനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. പക്ഷേ അവരെല്ലാം 15 വർഷത്തിനപ്പുറം അല്ലെങ്കിൽ 15 വർഷത്തെ പരിധി വന്നപ്പോൾ നിലവിൽ റണ്ണിങ്ങിലുണ്ടായിരുന്ന വാഹനങ്ങളെല്ലാം ഒഴിവാക്കപ്പെടുന്ന കൂട്ടത്തിൽ RC ഡെഡാക്കപ്പെട്ട് സൈഡായി വാഹനങ്ങൾ